അടുക്കള ചെറിയൊരു പരിപാടിയാണ്. പന്നീറിന്റെ പരിപാടിയാണ്. കംപ്ലീറ്റ് റെഡിയാണ് സംഭവം. ബട്ടർ പനീർ ഉണ്ടാക്കാൻ ബട്ടർ പനീർ. പനീർ എത്ര? ഇത് പനീർ 200 ഗ്രാം പനീർ. പിന്നെ ഇത് വന്ന് കാജു, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ബട്ടർ 50 ഗ്രാം. പിന്നെ അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ ഗാർലിക് പേസ്റ്റ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഇത് മഞ്ഞൾ പൗഡർ, ഇത് ജീര പൗഡർ, ഇത് മിർച്ചി പൗഡർ, ഇത് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ, കസ്തൂരി മേത്തി, പച്ചമുളക്, ഇത്ര ഐറ്റം. ഇതും വേണം. ഇത്രയും സാധനങ്ങൾ വേണം. ഇത് 200 ഗ്രാം പന്നീർ. ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുക്കറിലിട്ട് ഇത് വേവിക്കണം. കുറച്ച് ചൂടുകൾ ഒഴിക്കണം അണ്ടിപ്പരിപ്പിൻ്റെ അകത്ത്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആവും അണ്ടിപ്പരിപ്പ്. പെട്ടെന്ന് അരിഞ്ഞു കിട്ടും മിക്സിൻ്റെ അകത്ത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂട് ഒഴിക്കണം. കുറച്ച് ചൂട് ഒഴിച്ചു. ഇതിപ്പോൾ നമ്മൾ തക്കാളി അരച്ചി നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ച് കിട്ടാം. ഇനി അടുത്തത് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെക്കണം, റെഡിയാക്കി വെക്കണം. ഈ അണ്ടിപ്പരിപ്പ് ഇതിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ഇത് നമ്മൾ ഇതിൽ ഒഴിച്ച് വെക്കാം. ബട്ടർ ചൂടാക്കിയ ശേഷം വന്നിട്ട് നമ്മൾ തക്കാളി ഇടണം. ഇത് നല്ലവണ്ണം വന്നിട്ട് ഫ്രൈ ആവണം. ഫ്രൈ ആക്കുന്നത് മിക്സ് ആവണം. ഇത് നല്ല ബട്ടറിനകത്ത് നല്ല വേവണം. ആവശ്യത്തിനുള്ള പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്. കൊണ്ടിരിക്കണം. നല്ല ഫ്രൈ ആവണം. ഇതിന്റെ കൂടെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തിടണം. 4 പച്ചമുളക്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് 4 വെള്ളുള്ളി കട്ട് ചെയ്തിടണം. ഇത് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയത് പറഞ്ഞിട്ട് ഓയിൽ വേറെ തന്നെ വീഴും. ഇതേമാതിരി ബട്ടർ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൗഡർ 1.5 സ്പൂൺ ഇട്ട്, അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ പൗഡർ ആവശ്യത്തിന് 1/2 സ്പൂണ് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ നമ്മൾ സോസ് ഒഴിക്കുന്നു. ടൊമാറ്റോ സോസ്. അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിക്കുന്നു. അതിന് കുറച്ച് ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, എത്ര പാകത്തിന് വേണ്ടത്. വേവിച്ചിരിക്കുന്ന പനീർ ഇതിൽ ഇടുക. പനീർ എന്നിട്ട് നല്ല തിളപ്പിക്കാം. എല്ലാം പാകമായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ വന്നിട്ട് നമ്മൾ കുറച്ച് ജീര പൗഡർ ആവശ്യത്തിന് മാത്രം. എത്ര ആവശ്യമുണ്ട് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. അതിട്ടിട്ട് ഇളക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് കസ്തൂരി മേത്തി ഇതൊക്കെ ടേസ്റ്റിനുള്ള സാധനങ്ങളാണ്. കുറച്ചത് അതിൻ്റെ മേലെ കൂടെ നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ച് വിടുക. അങ്ങനെ നമ്മളെ ബട്ടർ പനീർ റെഡി ആയിരിക്കുന്നതാണ്. അതിൻ്റെ മേലെ കുറച്ച് ക്രീം ഒഴിക്കണം. മിൽക്ക് ക്രീം. ടേസ്റ്റ് നോക്കല്ലേ എന്നാല്? നോക്കാം. നോക്കാം.
ഇപ്പൊ അടിപൊളി. അടിപൊളി. അപ്പൊ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഈസിയായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ്.